So hi guys, ഇന്ന് നമ്മൾ പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്കാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പുതുതായിട്ട് ഡിഗ്രിക്ക് ചേരുന്നവരും ഇപ്പോൾ ഡിഗ്രിക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ PG സ്റ്റുഡൻസിനും ഒക്കെ ആയിട്ട് വളരെയധികം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആണ്. അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഓവർവ്യൂ, അതായത് നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ആക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മെനുവിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണുന്ന ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും. നമ്മൾ സ്റ്റുഡൻസിന് വേണമെങ്കിൽ, അതായത് സ്റ്റുഡൻസിന്റെ രീതിയിലേക്ക് മാറണമെങ്കിൽ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, ടൈം ടേബിൾ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ കാണിക്കാം. ബാക്കിലോട്ട് പോയിട്ട് സ്റ്റുഡൻസ് ലോഗിൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സ്റ്റുഡൻസ് ലോഗിൻ എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ഈ വിൻഡോയിലുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ടുന്നത് തന്നെയാണ്. ഒരു സ്റ്റുഡന്റിന്, ഒരു ഡിഗ്രി ആയിക്കോട്ടെ, ഒരു PG സ്റ്റുഡന്റിന് ആയിക്കോട്ടെ, അവർക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നിടത്തോളം കാലം അത്യാവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് ലോഗിൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. സ്റ്റുഡൻസ് ലോഗിൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ റിസൾട്ട് നമുക്ക് പേഴ്സണൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻസിനും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ID അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പേജ് തന്നെ ഉണ്ടായിരിക്കും. ആ പേജിലേക്ക് പോകുവാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർഫേസ് ആണിത് സ്റ്റുഡൻസ് ലോഗിൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ലോഗിനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത് കോഴ്സ് കാറ്റഗറി ആണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത് എന്ന്, അതിന്റെ സ്പെഷ്യലൈസേഷൻ, പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പാസ്വേഡ്, പിന്നീട് ആ കാണിച്ചിരിക്കുന്ന കോഡ് അതുപോലെ അടിക്കും. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫൈലിനകത്ത് കയറാൻ പറ്റും. അതെങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തവര് ആ വീഡിയോ പോയി ഒന്ന് കാണുക. ഇനി നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇവിടുത്തെ കാര്യങ്ങളാണ് കേട്ടോ. അനൗൺസ്മെന്റ് എന്ന് പറയുമ്പം കേരള യൂണിവേഴ്സിറ്റി പുറപ്പെടുവിക്കുന്ന ചില അനൗൺസ്മെന്റുകളുണ്ട്. കോളേജ് വൈസ്, അഡ്മിഷൻ വൈസ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. കണ്ടില്ലേ? അടുത്തതാണ് നോട്ടിഫിക്കേഷൻസ്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, റിസൾട്ടിന്റെ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, മറ്റ് എക്സാം ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു, അത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് എന്താണ്, ഈ നോട്ടിഫിക്കേഷൻ ബാറിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ നോട്ടിഫിക്കേഷൻ ബാറിലാണ് നമുക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണുന്നത്. പിന്നീട് എക്സാം ഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കോഴ്സും അതിന്റെ സ്പെഷ്യലൈസേഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്ന കാര്യം ഇതിനകത്ത് കാണിക്കും. അടുത്തയാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിളുകൾ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കി നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ നോക്കി അവിടെ നിന്ന് ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത പ്രസ് റിലീസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റി പ്രസ് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ, ഏതൊക്കെ കോഴ്സുകളാണ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് കോളേജസ്. യൂണിവേഴ്സിറ്റിയുടെ ബന്ധപ്പെട്ട കോളേജസുകളെ കുറിച്ച് അറിയുന്നതിനാണ് അത്തരം കാര്യങ്ങൾ. പിന്നീട് റിസർച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇപ്പൊ PhD ഒക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തയാണ് അഡ്മിഷൻസ്. നിങ്ങളുടെ അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ. പിന്നീട് കമ്പ്യൂട്ടർ സെന്റർ ആണ്. അതായത് യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
പിന്നീട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റിസൾട്ട് അനാലിസിസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു റിസൾട്ട് കിട്ടി, അതിനെ കമ്പയർ ചെയ്യണം, മറ്റൊരു കോളേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് റിസൾട്ട്, അതായത് പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ട്, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള സെമസ്റ്റർ, ഇയർ ബേസ് ആണെങ്കിലും 1 ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെയുള്ള റിസൾട്ടുകളെല്ലാം വരുന്നത് ഇവിടെയാണ്. പിന്നീട് ഇൻഡെക്സ് കാർഡ് ഇവിടെയാണ് വരുന്നത്. ഡൗൺലോഡ്സ് എന്ന് പറയുമ്പം നമുക്ക് നോക്കാം. കണ്ടില്ലേ, കുറെ അക്കാഡമിക്കുമായി ബന്ധപ്പെട്ട MA MSc MCOM ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്നതെന്ന്. അത് നമ്മൾ ഒന്നുകൂടെ നോക്കിയാണ്, പൂർണ്ണമായി നോക്കുന്നില്ല. ഇവിടെ സ്റ്റുഡൻസ് ലോഗോയിൽ വന്നിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഇതിനകത്ത് ലോഗിൻ ചെയ്ത ശേഷമാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസും നമ്മുടെ എക്സാമിന് കിട്ടിയ മാർക്ക് എത്രയാണെന്നും അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. വളരെയധികം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നോളജ് പരമായിട്ടും എഡ്യൂക്കേഷൻ പരമായിട്ടും നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. So signing off.